6:50 7:30 കളി. ഫ്രണ്ടിലാണെങ്കിൽ ഫുള്ള് ബ്ലോക്കും. നമ്മൾ നടന്നങ്ങനെ എത്താൻ ഞാൻ പഠിക്കുന്ന കോളേജാണ് ഗൈസ്. രാജാക്കള് പഠിക്കുന്ന രാജാവ് ഞാൻ. രാജാവ് ഫ്രണ്ട് ഇരിക്കുന്നുണ്ടാ എന്താ ഫ്രണ്ട് ഇരിക്കുന്ന ഫ്രണ്ടില് ചേച്ചിയാണ് കാർ ഓടിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. We could talk under moonlight till dawn. ഗൈസ് സമയം 6:50 7:30 കളി. ഫ്രണ്ടിലാണെങ്കിൽ ഫുള്ള് ബ്ലോക്കും. അവിടെ പ്ലേയേഴ്സൊക്കെ വാമപ്പിന് ഇറങ്ങി കാണും. അവസാനത്തെ ഇതിലടിക്കുമ്പോഴെങ്കിലും എത്തുള്ളൂ. ഗൈസ് നമ്മള് 10 മിനിറ്റ് ലേറ്റ് ആണ് ഗൈസ് കയറിയത്. ലേറ്റ് ആയിട്ടാണ് ഗൈസ് നമ്മള് 10 മിനിറ്റ് ലേറ്റ് ആണ്. ബാക്കി നമുക്ക് അകത്ത് തന്നിട്ട് പൊളി കളിക്കാം. നമ്മള് നടന്നങ്ങനെ എത്താൻ ആവേശം കൊണ്ട് സന്തോഷം കൊണ്ട് കേരള പ്ലേയേഴ്സിനെ കാണാൻ. ഓടി നമ്മള് 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നാലും നമ്മളങ്ങനെ എത്തി. ഗൈസ് കളി തുടങ്ങിയിട്ട് 30 മിനിറ്റ് ആവാറായി, എന്നിട്ടും ഗോളൊന്നും കയറിയില്ല. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ എന്തായാലും കേരളം തിരിച്ചടിക്കും. അപ്പോൾ അവരിവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം സെലിബ്രേഷൻ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഗോൾ അടിക്കും. ഗൈസ് നമുക്ക് ടിക്കറ്റ് അപ്പോൾ സെറ്റ് ചെയ്യുന്ന ഇമ്മാനുവൽ ജസ്റ്റിനാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ. അത് നമുക്ക് സെറ്റാക്കിയത് നമ്മുടെ ഇന്ത്യൻ പ്ലെയർ വൈശാഖാണ്. ഇപ്പൊ കളിയാണ് നമ്മളോടെ ഉണ്ട്. ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയതിനു ശേഷം സാലിന് ഫുള്ള് തെറിയാണ് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കുന്നത്. ഗാലറിയിൽ നിന്ന് ഫുള്ള് തെറിയാണ് ഗൈസ്. ഫസ്റ്റ് ഹാഫിലെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിൽ ഗോൾ എറിയാൻ നമ്മൾ ഇവിടെ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയി, ഇപ്പോൾ 1-0 ആണ്. അപ്പോൾ നമുക്ക് സ്കോർ പ്രഡിക്ഷൻ നടത്തി നോക്കാം. ആര് ലാസ്റ്റ് ജയിക്കുമെന്ന് നമുക്ക് അൽക്കേഷ് എൻ്റെ അടുത്ത് ചോദിക്കാം. സ്കോർ പ്രഡിക്ഷൻ അടുത്ത വെസ്റ്റ് ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. എത്ര എത്ര പറയാം? 1-1 ഡ്രോ കളി. ഗൈസ് അടുത്ത നമുക്ക് പ്രിൻസ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. എത്രയായിരിക്കും സ്കോർ? ഫസ്റ്റ് കണ്ട ഭയങ്കര സന്തോഷമാണ് ഗൈസ്. രാഹുൽ നമ്മളെ വിട്ടുപോയ സഹലും ഉണ്ട് ഗൈസ് അതിന്റെ ബാക്കിൽ. ജസ്റ്റിൻ ഇപ്പൊ നമ്മളെ കൈ കാണിച്ചിട്ട് പോയാണ്ടാ. പക്ഷേ ക്യാമറ കിട്ടിയെന്ന് അറിഞ്ഞൂടാ. ഞാൻ തിരിച്ച് കൈ കാണിച്ചു, പക്ഷേ കണ്ടില്ല. ഗൈസ് അപ്പൊ സെക്കൻഡ് ഹാഫ് തുടങ്ങാറായി. ഉള്ള ആവേശത്തിലാണ് കേരളം. ഇത് സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിക്കും. നമ്മൾ ഈ സെലിബ്രേഷൻ കണ്ടിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോകും. ഗൈസ് ഇതാണ് നമ്മുടെ ജസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്.
സബ് ചെയ്ത് കളിക്കിറങ്ങാൻ പോകുന്നതാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് ടിക്കറ്റ് തന്ന പ്ലെയറാണ് ഗൈസ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ എന്തായാലും കേരള തിരിച്ചടിക്കും. അപ്പോൾ അവരിവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം സെലിബ്രേഷൻ. ഈ സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിക്കും. നമ്മൾ ഈ സെലിബ്രേഷൻ കണ്ടിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോകും. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഒരു ഗോൾ അടിച്ച് ഗൈസ് സന്തോഷം കണ്ട് ഇവിടെ ഗൈസ് സെലിബ്രേഷൻ സെറ്റ്. സ്റ്റേഡിയത്തിന്റെ ആവേശം തന്നെ ഇപ്പൊ മാറി ഒരു ഗോൾ അടിച്ചോ. മഞ്ഞപ്പടയൊക്കെ ഇപ്പൊ പവറായി. ഇനി അടിക്കും കേരളം. ഗൈസ് സ്റ്റേഡിയം അടങ്ങി ഗൈസ്. ഈ ഒരു ഗോൾ അടിച്ച സ്റ്റേഡിയം അടങ്ങി. ഇപ്പൊ സ്റ്റേഡിയത്തോടെ നടന്നോളാം വിഷ്ണുച്ചാന്റെ ചങ്കാണ്. നമ്മുടെ പ്ലെയർ വരുന്നു ഗൈസ്. സ്റ്റേഡിയം വീണ്ടും ഉണർന്ന് ഗൈസ്. 2-2 മഞ്ഞപ്പട വീണ്ടും എഴുന്നേറ്റ് ഗൈസ്. 2 ഇനി എന്തായാലും കേരളം വീണ്ടും അടിക്കും. നമുക്ക് ആവേശം ഇപ്പം നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. മഞ്ഞപ്പട എഴുന്നേക്കും വീണ്ടും. എന്തായാലും കേരളം ജയിക്കും ഈ കളി. വിഷമം മാത്രം. ആദ്യമായിട്ട് വന്ന കളി ഗൈസ് അങ്ങനെ തോറ്റിരിക്കുകയാണ് ഗൈസ് 4-2. നമുക്കിനി അടുത്ത കളി നോക്കാം. അടുത്ത കളി ഗൈസ് നമ്മുടെ ടിക്കറ്റ് മുതലായി ഗൈസ്. നമുക്ക് ടിക്കറ്റ് തന്നെ അസിസ്റ്റ് ചെയ്ത്. ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റാലും നമ്മളെപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനി അടുത്ത തവണ വീണ്ടും ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ കാണാം കളിയാണ്. എന്തായാലും കേരളം ജയിക്കും ഈ കളി.